അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീടിനകത്തൊരു കമൻറ്റ് ഉണ്ടേനെ, നമുക്ക് ഇതേപോലെ കറികൾ ഉണ്ടാക്കാൻ കാണിക്കാവോ എന്നുള്ളത്. അപ്പോൾ അതാ പിടിച്ചോ, നമുക്ക് 1.5 മണിക്കൂറിനുള്ളിൽ 5 തരം കറികൾ ഉണ്ടാക്കാം, വെജ് ആൻഡ് നോൺ വെജ്. അപ്പോൾ നോൺ വെജ് എന്ന് പറയുമ്പോൾ ചിക്കന്, അയല ഉണ്ട്, കുറച്ച് ചരു കൊഞ്ചനും മാന്തലൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവം, പക്ഷേ വളരെ ചെറുതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗോവക്ക, മുരിങ്ങക്ക, പിന്നെ കയപ്പക്ക എന്ന് പറയും, പാവക്ക എന്ന് പറയും, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ചിക്കന് നല്ലപോലെ കഴുകിയിട്ട് മഞ്ഞൾ, ഉപ്പ്, മുളക് ഇട്ടിട്ട് മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ നമ്മുടെ ഐസൊന്നും പോയിട്ടില്ല, ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെച്ചതൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് ഐസെല്ലാം പോവട്ടെ, അവിടെ കിടക്കട്ടെ. പിന്നെ പച്ചക്കറികളെല്ലാം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വിനീഗറിൽ സോക്ക് ചെയ്ത് വെക്കും, വല്ല മഞ്ഞളും ഉപ്പിട്ടിട്ട് വെക്കുക. അങ്ങനെയൊക്കെ നമ്മളൊരു സമാധാനത്തിന് വെക്കുമല്ലോ. അങ്ങനെ വെച്ചിട്ട് ഇത് വൈകുന്നേരം കേട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. രാവിലെ കുളിക്കുന്നതിന് മുമ്പേ തന്നെ ഞാനൊരു ടൈം കിട്ടിയപ്പോൾ മീനൊക്കെ കട്ട് ചെയ്തിരുന്നു, മീൻകാരൻ കൊണ്ടു തന്ന ആ ഒരു സമയം തന്നെ. അപ്പോൾ പിന്നെ അതെല്ലാം ഓരോരോ നമ്മളെ ടൈം അനുസരിച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് ചെറുപയറും എടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആവശ്യമുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഉള്ളിയൊന്നുമില്ല, എല്ലാത്തിനും കൂടിയിട്ടുള്ള സംഭവങ്ങൾ മൊത്തത്തിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 8:02, 8 മണി കൂട്ടിക്കോ. ഞാൻ ചെറുപയർ കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റീന്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഉള്ളിയോ ഒരു വെളുത്തുള്ളിയോ ഒന്നും തൊലി കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, ഒക്കെ ഈ ഒരു സമയത്താണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഫിഷ് കട്ട് ചെയ്യലും തേങ്ങ ചിരകി എടുക്കലും അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിൻ്റെ മുമ്പേ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കുളിച്ചാൽ പിന്നെ ആ 2 ജോലി ചെയ്യാൻ എനിക്ക് മടിയാണ്. അപ്പോൾ എന്നെപ്പോലെ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോയെന്നെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്കുള്ള ഞാനിങ്ങനെ ഫ്രീസറിൽ കയറ്റി വെക്കലുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേഗം എല്ലാം ഒരുമിച്ച് ഒരു 2-3 കറികൾ ഉണ്ടാക്കി തണിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ വളരെ ഉപകാരമാണ്. പിന്നെ നമുക്ക് ഒന്നുമില്ല പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കുക, അത് അത്ര നല്ലതൊന്നുമല്ല. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ചപ്പാത്തി ചുട്ട് അതും വെക്കാം, അല്ലെങ്കിൽ അരി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് കറി ഉണ്ടെങ്കിൽ കറി ആക്കാനുള്ള നമുക്ക് കുറേ സമയം വേണ്ടതേ. കറിയാക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ കറികൾക്കായി മാറ്റി വെച്ചതാണ്. എല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചാൽ ഞാൻ കുറച്ച് അരിയും അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എനിക്ക് ചുട്ടെടുക്കാം ആ ഒരു രീതിയിലാട്ടോ. ഞാനിപ്പോൾ ഈ ചെറുപയറിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ മഞ്ഞൾ, മുളക്, ഉപ്പ്. മഞ്ഞളും മുളകെല്ലാം വളരെ കുറച്ച് മതി, കുറേ ഇടേണ്ട. ഇത്തിരി മല്ലിയൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാൻ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ച് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ, ഞാൻ ബട്ടർ ചിക്കൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉള്ള ഒരു ബട്ടർ ചിക്കനൊന്നുമല്ല. സാധാരണ നമ്മളെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബട്ടർ ചിക്കന്, കുട്ടികൾക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കറി വളരെ ഇഷ്ടമായിരിക്കുമല്ലോ, അത് നോർമൽ ചിക്കൻ കറിനാക്കാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കി വെക്കുന്നത്. ഈ ഒരു കറിയാകുമ്പോൾ അല്ലെങ്കിൽ ചിക്കന് എന്ത് ചെയ്യുക, ചൂടോടുകൂടി ഇപ്പം ആണുങ്ങന്മാരെല്ലാം ഉണ്ടെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ചിലപ്പോൾ ചൂടോടുകൂടി വേണമെന്ന് ഉള്ള ചില ആൾക്കാരുണ്ടാവില്ല, അങ്ങനത്തെ അവർക്കൊക്കെ നല്ലതാണ് ബട്ടർ ചിക്കൻ. ഒരു മസാല ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കുക, ചിക്കന് മസാല പുരട്ടി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ ചൂടോട് ചിക്കൻ പൊരിച്ചിട്ട് അങ്ങനെ ഗ്രേവിയിൽ ആക്കി കൊടുക്കാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. പക്ഷേ ഞാനിപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് തന്നെ കേട്ടോ വെക്കുന്നത്. അല്ലാണ്ട് ഒരു സമയത്ത് ചിക്കൻ ഫ്രൈ ആകാനും അതും മെനക്കെട് തന്നെയാണല്ലോ, വീണ്ടും വീണ്ടും വന്ന് ചിക്കൻ ഫ്രൈ ചെയ്യണം ഒക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട്, ബട്ടർ ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, വെളിച്ചെണ്ണയിൽ ഉള്ളി വഴറ്റിയിട്ട് ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴും നമ്മളെ കിച്ചണിൽ ബട്ടർ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ബട്ടർ, ഫ്രഷ് ക്രീം, ഇപ്പോൾ കാഷ്യൂസ് അതൊക്കെ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഒപ്പിക്കും, ഉണ്ടെങ്കിൽ ഉള്ള പോലെ ഒപ്പിക്കും, അതൊക്കെ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളി എന്താ പറയണ്ടേ, ഇപ്പോൾ നിങ്ങളത് കാഷ്യൂസ് ഇല്ല, ആൽമണ്ട്സ് ഇല്ല, പിന്നെ എന്താണ് ബട്ടർ ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉള്ളി, പച്ചമുളക് ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലപോലെ വഴറ്റി മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മെത്തേഡ് ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ നല്ല കറി തന്നെയാണ്. അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന സാധനം വേണമെന്നൊന്നുമില്ല, ഉള്ളത് കൊണ്ടല്ല ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇതിപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നല്ലപോലെ ഒന്ന് വരട്ടെ. അധികം നൈസായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, കാരണം മിക്സിയിലിട്ട് അരക്കുന്നതുകൊണ്ട് തന്നെ. ഇനി ഇപ്പുറത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വറുത്തരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ കുളിക്കുന്നതിൻ്റെ മുമ്പേ തേങ്ങയും ഞാൻ ഫിഷും ചിക്കനും ഒക്കെ കഴുകി, കുറച്ചധികം ഫിഷും ചിക്കനൊക്കെ കഴുകി ഫ്രീസറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വേഗം നടക്കും. ഞാൻ ഇപ്പോൾ രാത്രിയാണ് എല്ലാ കറികളും ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ കുറച്ചും കൂടി ഈസി മെത്തേഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ പൊളിക്കാൻ അത്യാവശ്യം എനിക്ക് നല്ല സമയം വേണം കേട്ടോ. ഞാൻ പറയാറുണ്ട് എപ്പോഴും നിങ്ങളടുത്ത്, എനിക്ക് പച്ചക്കറി കട്ട് ചെയ്യാൻ, ഉള്ളി കട്ട് ചെയ്യാൻ, ഇപ്പോൾ എന്താ പറയുക തേങ്ങ ഉരിച്ച് ചിരകിയെടുക്കാമെന്ന് പറഞ്ഞാൽ, ഫിഷ് കട്ട് ചെയ്യാൻ, അങ്ങനത്തെ എല്ലാം ഞാൻ ഭയങ്കര സ്ലോ ആണ്. എൻ്റെ അനിയത്തിയെല്ലാം ഭയങ്കര സ്പീഡ് ചെയ്യുന്നതാണോ എനിക്കിങ്ങനെ ഞാൻ വിചാരിക്കും എനിക്കെന്താ അങ്ങനെ പറ്റാത്തത്. ഞാൻ ഫിഷെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് ഒരു നേരമായോ അങ്ങനെ സ്പീഡ് അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ
ഓരോ നേച്ചർ ആയിരിക്കുമല്ലോ അല്ലേ. ചില ആൾക്കാർക്ക് ഭയങ്കര സ്പീഡ് ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് കുറച്ച് സ്ലോ ആയിരിക്കും. എന്നാൽ നമ്മൾ നമ്മളെ കാര്യങ്ങളങ്ങ് ചെയ്യുന്ന അത്ര തന്നെ. അപ്പോൾ ഫിഷ് ഞാനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ചരുവെന്ന് 2-3 മാന്തലുണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റീന് കേട്ടോ. മറ്റേ കൊഞ്ചനും അതിൻ്റെ കൊഞ്ചും അതിൻ്റെ തലയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മുരിങ്ങക്കയും കൊഞ്ചനും ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് അയല മാത്രം അതിൽ നിന്ന് മാറ്റി കുറച്ച് മാന്തൽ ഇനി ഇതൊന്ന് പെരക്കിയെടുക്കട്ടെ. ഫിഷ് പെരക്കിയെടുക്കുന്ന സമയത്തില്ലേ നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് നിങ്ങൾ കണ്ടില്ലേ പാവക്ക ഉണ്ടല്ലോ, പാവക്കൊക്കെ പുളിയില്ലാതെ പറ്റില്ല, അല്ലെ മാങ്ങ ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ മാങ്ങയില്ല. ഞാനാണെങ്കിൽ ഷോപ്പിൽ പോയിന്, മാങ്ങ എൻ്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ച് കാണിച്ചിന്, എന്നിട്ട് പോലും ഞാൻ വാങ്ങിച്ചില്ല. ഇനി തൊട്ടപ്പുറത്തിരിക്കുന്ന മുരിങ്ങക്കായനെ ഞാനിങ്ങനെ എടുത്ത്. എന്നാലും മാങ്ങ, മുരിങ്ങക്കായ്ക്കും മാങ്ങ നല്ലതായിരുന്നു, പാവക്കേൻ്റെ കൂടെ മാങ്ങ ഇട്ടിട്ടുണ്ട് വളരെ നല്ലതിന്. അപ്പോൾ നിങ്ങൾ മാങ്ങ ഇട്ടോ, പുളി വീഴുന്നതിലും നല്ലത് അതാണ്. അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉലുവാപ്പൊടി അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയണ്ട ഈ പുളി പിഴിഞ്ഞ് വെച്ചാൽ ഫിഷ് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒന്നാമത് ഫിഷിൽ ഇപ്പം വെളുത്തുള്ളി ചതച്ചിടാനൊന്നും എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ വെച്ച് പുളി പിഴിഞ്ഞ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഒരു പ്രാവശ്യം ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പോൾ തക്കാളി നമ്മളിപ്പോൾ തൊലി കളഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബട്ടർ ചിക്കനിക്ക് ആവശ്യമായിട്ടാണ്. തൊലി കളഞ്ഞിട്ട് ഞാൻ ഏത് കറിക്കും തക്കാളി ഉപയോഗിക്കുന്നത്. പിന്നെ ബട്ടർ ചിക്കന് പ്രത്യേകിച്ച് നമ്മൾ തൊലി കളഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ബട്ടർ ചിക്കന് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം എല്ലാം വഴറ്റിയിട്ട് മിക്സിയിലിട്ട് അരക്കുമല്ലോ, അന്നേരം പിന്നെ ഞാൻ അരിച്ചെടുക്കലില്ല. അല്ലെങ്കിൽ നമ്മൾ തക്കാളി തോലോടുകൂടി വാറ്റുന്നതാണെങ്കിൽ കുറച്ച് ആ ഒരു നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കിട്ടണമെങ്കിലും ഒരു സ്മൂത്ത്നെസ് കിട്ടണമെങ്കിലൊക്കെ നമ്മൾ പിന്നെ അതൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ തക്കാളി ഫസ്റ്റ് തൊലി കളഞ്ഞാൽ പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് മഞ്ഞൾ, മുളക്, മല്ലി വളരെ കുറച്ച് അളവിലേ ആവശ്യം ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിന്നാണെങ്കിൽ ചെറിയ ജീരകം, തൈര് ചേർക്കണം നമ്മുടെ ചിക്കന് എന്താണ് നമ്മൾ മസാല പൊട്ടുന്ന സമയത്ത്. പക്ഷേ ഞാൻ തൈരൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങ ചെറിയ ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകം ചെറുപയർ വെന്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ച്. ഞാൻ തേങ്ങ രാവിലെ ചിരകിയിട്ട് ഫ്രീസറിൽ വെച്ചതല്ലേ, അതുകൊണ്ട് ഈ നല്ല തണുപ്പുണ്ട്. കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം, അതാണ് ഞാൻ ചാച്ചമ്പിൽ അവിടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാവക്ക വലിയ പാവക്കയാണ്, ഇത്രയും ഞാനിപ്പോൾ മുളകിട്ട കറി, അതായത് പാവക്ക വരട്ടിയതെന്ന് പറയും നമ്മൾ, അത് അത്രയും വരട്ടി ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് ഞാൻ പകുതി എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മസാല പുരട്ടിയിട്ട് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഫിഷ് ഉണ്ട് ഫ്രൈ ചെയ്യാനായി. പിറ്റേ ദിവസം ചോറിന് പാവക്ക ഫ്രൈ ചെയ്ത് കൊടുക്കാമല്ലോ കുട്ടികൾക്ക്. അതിനോടൊപ്പം ഒരു പപ്പടം, മോര് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ചോറിൻ്റെ കറി ആകുന്നുണ്ട്. ഇപ്പോൾ ചെറുപയർ കറി ആക്കിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ചെറുപയറാകുമ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റോട് തേങ്ങയിലേക്ക് 3-4 അല്ലി, നമ്മൾ അല്ലിയല്ല നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കണേ. പിന്നെ അത് കാണിക്കുമ്പോൾ ക്ലിയർ ആയിട്ടില്ല. ഇനിയിപ്പോൾ ഈ പാവക്കയിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പാവക്കയിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് എന്തായാലും നിങ്ങളൊന്ന് ഫ്രൈ ആക്കി നോക്ക്, നല്ല ടേസ്റ്റി ആയിരിക്കും. കയ്പ്പൊന്നും ഉണ്ടാവില്ല. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾ, മുളക്, ഉപ്പിട്ടിട്ട് ഒന്ന് മസാല പുരട്ടി, അത് ഞാൻ ഫ്രിഡ്ജിലാട്ടോ വെക്കുന്നത്. പാവക്കയും ഫിഷെല്ലാം നമ്മൾ ചോറ് തിന്ന ആ ഒരു സമയത്ത് ചൂടോടെ ഫ്രൈ ചെയ്ത് കഴിച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അത് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം. എന്തായാലും മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫിഷ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി, അതോടൊപ്പം പാവക്കയും ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ചെറുപയർ കറി ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ പുട്ടിനൊപ്പം പോകും, പിന്നെ അതോടൊപ്പം എന്താണ് ഇടിയപ്പത്തിൻ്റെ ഒപ്പം സ്യൂട്ടാവും, പിന്നെ ചപ്പാത്തിക്ക് സ്യൂട്ടാവും, പൊറോട്ടയ്ക്ക് സ്യൂട്ടാവും, ഇനി എന്ത് പറയുന്നത് കുബൂസിനൊപ്പം കഴിക്കാൻ പറ്റുമോ, ഒക്കെ കഴിക്കാൻ പറ്റും. ഈ ചെറുപയർ കറിയാവും ആ ഒരു ഫ്ലേവറിൽ. ഞാൻ പച്ചമുളകിൻ്റെ എരിവാണ് മെയിനായിട്ട്, അതിലൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഒരു ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ചെറുപയർ വേവിച്ചെടുത്തത്. അപ്പോൾ തക്കാളി നല്ലപോലെ ബട്ടർ ചിക്കൻ്റെ ഉടഞ്ഞ് അതവിടെ സൈഡിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾ, മുളക്, മല്ലിയാണ് കൂടുതലിട്ടത്, കാരണം വറ്റൽമുളക് ഇട്ടിട്ടുണ്ടല്ലോ 3-4. അപ്പോൾ കൂടുതലായിട്ട് മുളക് പൊടി ഇടേണ്ട. ഒരു 1/4 ടീസ്പൂൺ മുളകും ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ എന്താണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അതിൽ പൊടികൾ ചേർത്തത്. ഇതിനൊന്ന് തണിഞ്ഞാൽ അതിനെ നമുക്ക് മിക്സിയിലിട്ട് അരക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഉള്ളി ഞാൻ മിക്സിയിലേക്ക് മാറ്റുന്നുണ്ട്, കാരണം ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കനും കൂടി അങ്ങ് ഫ്രൈ ആക്കാമല്ലോ. ഇപ്പോൾ ചിക്കൻ ഫ്രൈയിന് വേറൊരു പാത്രം എടുക്കേണ്ട. പിന്നെ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഫുള്ളി ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചെടുക്കുക. നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചതാണ്. ഇനിയിപ്പോൾ അതിന് സമയമില്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മസാല പുരട്ടിയിട്ട് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഹൈ ഫ്ലെയിമിലേ വെക്കാൻ പാടില്ല. അപ്പോൾ പതിയെ ആ മസാല അതിൽ പിടിക്കുകയും ചെയ്യും, അത് ഫ്രൈ ആവുകയും ചെയ്യും. അങ്ങനെയും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ടൈം അനുസരിച്ച്. ഇനി പാവക്ക ഞാൻ വരട്ടിയെടുക്കാൻ വേണ്ടത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പാവക്ക വരട്ടിയത് നല്ല ടേസ്റ്റാണ്. കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് വരട്ടിയാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിന് കഴിക്കാനായിട്ട്. പാവക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ മഞ്ഞൾ, ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്താൽ പാവക്കേൻ്റെ കയ്പ്പ് ഒരു പരിധി വരെ പോകുന്നതാണ് പറയുന്നത്. പിന്നെ പാവക്ക തന്നെയാണ്, ജസ്റ്റ് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും.
ഒട്ടുമില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ നേച്ചർ കയ്പ്പ് തന്നെയാണല്ലോ. അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്കിനി എന്ത് വിധേന അത് പോക്കാൻ പറ്റുമൊന്നുമില്ല. എന്നാൽ ഒരു പരിധി വരെ ഭയങ്കര കയ്പ്പുണ്ടാവും, നമുക്കൊന്ന് വായിൽ വെക്കാൻ പോലും പറ്റാത്ത അത് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ. അപ്പോൾ ഒരു ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇനിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തിനെ കൊണ്ട്? കോവക്ക കൊണ്ട്. ആ കോവക്ക ഒന്ന് നമുക്ക് മെഴുക്ക് വരട്ടി ആക്കണം. കോവക്ക കട്ട് ചെയ്യാനും കുറച്ച് സമയം, കാരണം ആ ഓരോന്ന് കുനുകുനാ കട്ട് ചെയ്തെടുക്കൽ വലിയ ടാസ്ക്. അപ്പോൾ 2 ചട്ടി വെച്ചത്, ഒന്ന് കോവക്ക മെഴുക്ക് വരട്ടാനും ഒന്നിൽ നിന്നൊക്കെ നമുക്ക് പാവക്ക വരട്ടിയെടുക്കാനും. അപ്പോൾ ഒരു ഉള്ളി മതി രണ്ടിനും കൂടിയിട്ട് ഹാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക്. കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഹാഫ് ഉള്ളി രണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പക്ഷേ നമുക്ക് പാവക്ക വരട്ടാൻ തക്കാളി കൂടി വേണം. 2 തക്കാളി എടുക്കണം പാവക്കയ്ക്ക് ഈ ഒരു അളവിൽ. ഞാനൊരു വലിയ പാവക്കൻ്റെ പകുതി മസാല പുരട്ടി, പകുതിയിൽ കൂടുതൽ നമ്മൾ കറി വെക്കാനാണ് എടുത്തത്. ബാക്കി പോർഷന് മസാല പുരട്ടി ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കോവക്ക കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് തന്നെയാണ്. പക്ഷേ കോവക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. ഞാൻ ഈ കോവക്ക എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ കിച്ചണിൽ കയറാത്തൊരു സാധനമായിരുന്നു കുറേ കാലമായിട്ട്. പക്ഷേ ഇപ്പം ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വെണ്ടയ്ക്കനെക്കാട്ടും കുറച്ച് കൂടുതൽ ഇഷ്ടം കോവക്ക. ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലായി കോവക്കൊക്കെ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാര്യമായി കോവക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കിച്ചണിലില്ലേ ആഴ്ചക്ക് ഒരു ദിവസമില്ല കോവക്ക നിങ്ങൾ മെഴുക്ക് വരട്ടിയാക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ ഇഷ്ടപ്പെട്ട റെസിപ്പിയിൽ ട്രൈ ചെയ്തോ. കാരണം നമ്മുടെ ശരീരത്തിലെത്തിയാൽ നല്ലതല്ല. മക്കളൊന്നും കഴിക്കും തോന്നില്ല, എന്നാൽ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ മുളക് ഇട്ടിട്ട്, കോവക്ക ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഉള്ളി ഒന്ന് വഴറ്റി വന്ന് അതിലേക്ക് കുറച്ച് മഞ്ഞൾ മുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കോവക്ക ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുത്താൽ മെഴുക്ക് വരട്ടി റെഡി. ഇനി വേണമെങ്കിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്രാവശ്യം തേങ്ങയൊന്നും ഇട്ടിട്ടില്ല, കാരണം അത്യാവശ്യം വറുത്തരക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട് തേങ്ങ. പിന്നെ ചെറുപയർ കറിൻ്റെ തേങ്ങാപ്പാലും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും കൂടി തേങ്ങ വാരിയിടണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കോവക്ക പകുതിയെ കട്ട് ചെയ്തിട്ട് എനിക്ക് ആയിക്കുള്ളൂ. പിന്നെയും വീണ്ടും പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാണ്ട്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഓരോ സൈഡ് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പാവക്ക വരട്ടുന്നതിൽ നമ്മൾ മഞ്ഞൾ മുളക് മല്ലി അത്രയും ഇട്ട് നല്ലപോലെ പുളിവെള്ളം ഒഴിച്ച് പാവക്ക ഒന്ന് നെയ്യുന്നൊന്ന് വഴറ്റിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചാൽ മതിയേ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ചിക്കൻ കറിയിലേക്ക് ഞാൻ നമ്മുടെ മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളി തക്കാളി ആ ഒരു കാഷ്യൂസൊക്കെ വഴറ്റിയെടുത്തത്. അത് ഞാൻ പിന്നെ വേറെ പാത്രത്തിലോ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റി അങ്ങോട്ടേക്ക് മാറ്റി ആ ഒരു കളിയൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു ചിക്കൻ ഫ്രൈ ആയി വന്ന് എണ്ണയൊക്കെ വറ്റി വന്ന സമയത്ത് ആ ഒരു അരച്ച ആ സംഭവം അതിലേക്ക് ഒഴിച്ചു. മിക്സിയുടെ ജാറിൽ വെള്ളം കഴുകി ഒഴിച്ച് അതങ്ങനെ അവിടെ ഒന്ന് തിളക്കാൻ മാറ്റി വെച്ച് ആ ഒരു ഗ്യാപ്പിൽ ഇപ്പുറത്ത് വന്ന് മുരിങ്ങക്ക കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഞാനതാ പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഒരു കറി ഉണ്ടാക്കാൻ ആ ഒരു കോൺസെൻട്രേഷൻ മാത്രമായിരിക്കും കിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് 2-3 ഒരുമിച്ച് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്താൽ പാളിപ്പോവാതെ എല്ലാം കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം മുരിങ്ങയൊക്കെ നല്ലപോലെ തൊലി കളഞ്ഞെടുത്ത് ഒന്നുകൂടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്ത തേങ്ങ ഉണ്ടല്ലോ അത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഈ ചട്ടിയിലേക്ക് ഒഴിക്കണം. ഒരു സമയം കൊണ്ട് നമ്മൾ ബട്ടർ ചിക്കൻ അടിപൊളിയായിട്ട് താഴത്ത് ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ തേങ്ങ അരച്ച ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് തിളവരുന്ന സമയത്തേക്ക് നമുക്കിതൊന്ന് വേഗം ഓടിപ്പിടിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ മുരിങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചട്ടിയിലേക്ക് തേങ്ങ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ മുരിങ്ങയും കൂടി അതിലേക്ക് ഇടേണ്ടതാണ്. കുറച്ച് ലേറ്റായി പോയി. അപ്പോഴേക്കും മോള് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോക്കുള്ള ബട്ടർ ചിക്കൻ ഓൾറെഡി ഉണ്ട്, രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദോശയിലേക്ക് ബട്ടർ ചിക്കൻ ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. ബട്ടർ ചിക്കൻ കിട്ടിയാൽ പിന്നെ ദോശയാലും ശരി എന്തായാലും ശരി അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മസ്റ്റ് ട്രൈ ആട്ടോ ഈ ഒരു മുരിങ്ങയും ഈ ചെമ്മീനും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കാം, ഉച്ചക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. അപ്പോൾ ഒരു ദിവസം ആ ഒരു കറി കൊണ്ട് കാര്യം കഴിഞ്ഞേ. പിന്നെ മെഴുക്ക് വരട്ടി റെഡി ആകുന്നുണ്ട്. ഞാൻ ചെറുപയറിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുപയറിന് ചട്ടി കാച്ചണം. മുരിങ്ങക്ക ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചട്ടി കാച്ചിയാൽ മതി. എന്നാലും എനിക്ക് ചട്ടി കാച്ചാലേ സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കറി ആയിട്ടുണ്ട്. ഈ 2 കറിയും മസ്റ്റ് ചെയ്യുക. ബട്ടർ ചിക്കൻ ആയാലും മുരിങ്ങക്ക ഈ ഒരു രീതിയിൽ കറി വെച്ച കുട്ടികളെല്ലാം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ സമയം 9:30 അപ്പോൾ 9:31 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ജോലി മാത്രം ബാക്കി കിടപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചട്ടി കാച്ചൽ മാത്രം. ബാക്കിയൊക്കെ റെഡി ആയിട്ടാണ്. നമ്മൾ കറക്റ്റ് 8 മണിക്ക് തുടങ്ങിയതാണ്. ഞാൻ 1.5 മണിക്കൂറാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു ഉള്ളി ഒന്നും കട്ട് ചെയ്താനോ നമ്മൾ ഇത്രയും പച്ചക്കറി കട്ട് ചെയ്ത് ഉള്ളി കട്ട് ചെയ്ത് ഇത്രയും കറിക്കൊക്കെ സംഭവം റെഡിയാക്കിയില്ല. അത് വലിയൊരു കാര്യമില്ല. 1.5 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 5 കറിയിൽ ഒരു മുളകിട്ടതുണ്ട്, ഒരു തോരനുണ്ട്, ഒഴിച്ച് കറി, 2 ഒഴിച്ച് കറി, 3 ഒഴിച്ച് കറി വന്നിട്ടുണ്ട്. ചെറുപയർ കറിയുണ്ട്, മുരിങ്ങക്കറി വന്നിട്ടുണ്ട്, ബട്ടർ ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാതരം ആൾക്കാർക്കുള്ളത് നമ്മൾ ഈ കറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ റെസിപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ
മെത്തേഡ് ഇതേപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതിയേ. പിന്നെ പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ട് രാവിലെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് തന്നെ രാത്രിയൊക്കെയുള്ള കൂടി എന്തെങ്കിലും കരുതി വെക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രാത്രി എന്തെങ്കിലും വാങ്ങിച്ചിട്ടൊക്കെ പുറത്തുനിന്ന് വരുത്തേനും പതിവ് നിങ്ങളെ വീഡിയോ വളരെ ഉപകാരമായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, ഞാനൊരു കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ എന്താണെന്ന് നമുക്ക് എന്തായാലും ഭക്ഷണം വേണമല്ലോ, ഭക്ഷണം ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഭക്ഷണത്തിലൊരു വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ട് പോയാൽ മതി. കാരണം പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും. ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ എത്ര ലേറ്റ് ആയിട്ടും കിച്ചണിൽ ഇറങ്ങി കുക്ക് ചെയ്യുന്നതിന്. ഞാൻ ഈ ലേറ്റായിട്ട് കിച്ചണിൽ ഇറങ്ങി കുക്ക് ചെയ്യുന്നത് ഇന്ന് എവിടെയും പോകാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ലോങ് കല്യാണത്തിനോ കാര്യത്തിനോ ഒക്കെ പോയാൽ എനിക്ക് വന്ന് രാത്രി കുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ രാത്രിയത്തേക്കുള്ള എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി അവിടെ ആക്കി വെച്ചിട്ട് രാത്രി ചൂടാക്കി കൊടുക്കും കേട്ടോ. ഇവിടെ അങ്ങനെ ചൂടാക്കി കഴിക്കാത്ത പ്രശ്നങ്ങളുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തത്. നമുക്ക് അത്രയും റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10:30 മണിക്കൊക്കെ എല്ലാം കഴിയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതേപോലെ തന്നെ 10:30 മണിയായി. ഇനിയിപ്പോൾ കറിയൊക്കെ ആവശ്യാനുസരണം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് എടുത്ത് ചൂടാക്കി കഴിക്കും കേട്ടോ ഞാൻ ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇടിയപ്പോ പുട്ടൊക്കെ രാവിലെ ഈസി ആയിട്ട് എന്തെങ്കിലും കയ്യിൽ നിന്ന് ഉണ്ടാക്കുക. ചെറുപയർ കറി ഓൾറെഡി ഉണ്ടല്ലോ. അതേപോലെ ഉച്ചക്ക് കുറച്ച് ചോറുണ്ടെങ്കിൽ കറികളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ചപ്പാത്തി കുറച്ച് സമയം കിട്ടുമ്പോൾ ചുട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.